അങ്ങനെയാണെങ്കിൽ പരസ്യം ആരെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയില്ലല്ലോ. സിനിമയുടെ മുന്നിലും പുറകിലും സിനിമയ്ക്ക് അകത്തുമൊക്കെ ഈ പരസ്യം വയ്ക്കുന്ന എന്താ ആളുകളെ സ്വാധീനിക്കുമെന്ന് അറിയണ്ടേ? അവർ ഈ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ശരിയല്ല. സിനിമ മനുഷ്യരെ സ്വാധീനിക്കും. ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആധുനികമായ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥലമാണ് സിനിമ. എന്തുകൊണ്ടാണ് സീരിയൽ ഉണ്ടാക്കുമ്പോൾ രാമായണ സീരിയലും മഹാഭാരത സീരിയലൊക്കെ ഉണ്ടാക്കിയെന്താ? എന്റർടൈൻമെന്റ് അല്ലേ? അപ്പൊ പിന്നെ എന്തിനാണ്? അപ്പൊ അതിന് മുന്നേ പോയി തേങ്ങ ഉടയ്ക്കാനായിട്ട് വിളക്കും കത്തിച്ചിരുന്ന വലിയമ്മമാരിരുന്ന് രാമായണം കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. പക്ഷെ മറ്റത് പറയും ഇത് എന്റർടൈൻമെന്റ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. കണ്ണിനകത്തൂടെയും ചെവിക്കകത്തൂടെയും ഒക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സാധനം നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തും. അതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കഥ വായിപ്പിച്ചതും പഠിപ്പിച്ചതും ഒക്കെ അങ്ങനെയാണ്. സിനിമ അതിന്റെ ഏറ്റവും മൂർധന്യം എന്ന് പറഞ്ഞാൽ കഥയുണ്ട്, കവിതയുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, സകലരും കൂടെ ചേർന്ന് ഒന്നിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മനസ്സിനെ രൂപപ്പെടുത്തുന്ന കേന്ദ്രമാണ്. അപ്പൊ അവിടെയാണ് ഈ ഇത്രയും ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വയലൻസ് ലെജിറ്റിമൈസ് ചെയ്യുന്നിടത്താണ്, ഇത് നോർമലാണെന്ന് തോന്നിപ്പിക്കുന്നിടത്താണ്. പണ്ടാണെങ്കിൽ നമ്മൾ ഒരു വയലന്റ് ആയ ഒരാളെ അയാൾ പരാജയപ്പെടുന്നു, അയാൾ ജീവിതത്തിൽ വിജയിക്കുന്നില്ലെന്ന് കാണിക്കുന്നിടത്തായിരുന്നു. ഇന്നിപ്പം നമ്മൾ ഹീറോ എന്ന് പറയുന്ന ആളുടെ വിജയം എന്ന് പറയുന്ന വയലൻസിനകത്ത്. മറ്റേത് എനിക്ക് വേറൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വയലൻ്റായിട്ടിരുന്ന് പെരുമാറുന്നത് എന്നുള്ളതായിരുന്നു അന്ന് വയലൻസ് കാണിക്കുന്നതിനകത്തുള്ളത്. ഇന്നങ്ങനല്ല, വയലൻ്റായി ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഹീറോ ആയി മാറിപ്പോയി. ഈ പഠിപ്പിയിൽ നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും.